അപ്പൊ ഇന്നൊരു ഷോർട്ട് സ്ട്രീം ആയിരിക്കും. ഓക്കെ, ഐ ടെൽ യു വാട്ട്. 1 മണിയാകുമ്പോൾ ഓർമ്മിക്കണം. 1 മണി മുതൽ റൂട്ടറിന്റെ സെർവർ മെയിൻ്റനൻസിന്റെ പണി നടക്കാൻ പോയത്. അപ്പൊ 2 ദിവസം ലൈവ് ഉണ്ടാവില്ല. ഓക്കെ, 2 ദിവസം മീൻസ് തിങ്കളാഴ്ച മിക്കവാറും ഉണ്ടാവും. തിങ്കളാഴ്ച പക്ഷേ 12 മണിക്ക് ശേഷം ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പം ഇല്ല, തിങ്കളാഴ്ച കുറച്ച് പറ്റും, ചിലപ്പോൾ തിങ്കളാഴ്ച ഉണ്ടാവും, ഉറപ്പില്ല. പക്ഷെ എന്തായാലും നാളെ എന്തായാലും ഉണ്ടാവില്ല. സെർവർ മെയിൻ്റനൻസ് നടക്കുക. നാളെ 1 മണിയാകുമ്പോൾ ഓർമ്മിക്കണം. ഇത് ഷോർട്ട് സ്ട്രീം ആയിരിക്കും. 1.5 മണിക്കൂർ നമ്മൾ സ്ട്രീം ഉണ്ടാവും, കുറച്ച് സമയം ഉണ്ടാവും. Okay, let's start the stream. Yo, what's up everybody? എന്തല്ല എല്ലാവർക്കും എന്തല്ല ഗൈസ്. ഗ്യാങ് എവിടെയാ നിൽക്കുന്നത്? ഗ്യാങ് അല്ല റേഡിയോ. ഞാൻ ഇന്ന് ലൈവ് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞു ഇവരോട്, മെയിൻ്റനൻസ് എന്ന് പറഞ്ഞോണ്ട്. എന്നിട്ട് ഇവന്മാർ ലൈവ് ഉള്ള ടൈം മാത്രം ഇവിടെ വന്നിട്ടിരിക്കുമല്ലോ. ഇന്ന് ഞാൻ ലൈവ് ഇല്ല എന്ന് പറയുമ്പോഴേക്ക് ഇന്ന് ലൈവ് ഇല്ല എന്ന് പറയുമ്പോഴേക്ക് ആരുമില്ല, എൻ്റെ അടുത്തേ ആരുമില്ല. എല്ലാവരും ആടിയടിയെ പോയിട്ട് പുട്ടുംകടലിൽ നിന്നല്ലോ. പുതപ്പിൻ്റെ ഉള്ളു, ഒരാൾ ഓരോ പുതപ്പിൻ്റെ ഉള്ളു ആടിയടിയിലായിട്ട്. നല്ല മഴയല്ലേ. എടാ ഡോർ അടിച്ചിട്ടാ, ഡോർ ലോക്ക് ചെയ്തേ. വക്കീലുണ്ടോ? വാട്ട് ഹാപ്പൻഡ്? എടാ ഒന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ലടാ. എന്തോ ഒരു വലിയ ഹാപ്പിനെസ് ഇല്ല, അത്രേ ഉള്ളൂ. വലിയ ഹാപ്പിനെസ് ഇല്ല. സാഡൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. മീൻസ് എടാ അത് നടക്കൂല, മറ്റേത് മനസ്സിലാവാം, മറ്റേത് നടക്കൂല, അത്രേ ഉള്ളൂ. അത് ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, മറ്റേ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല, അത്ര തന്നെ. കോൾ ഗ്യാങ് SJP എവിടെ? SJPനെ വിളിക്കാൻ പറയാം. SJP, ഷമീർ ജോസ് പെരേര, ഷമീർ. കോമാളി വന്നല്ല, കോമാളി. അലിൻ ജോസ് പെരേര എല്ലാന്ന് അറിയിക്കാൻ വേണ്ടി ഇൻസ്റ്റാഡിൽ ചെയ്തിട്ടുണ്ട്. SJP എല്ലാന്ന് അറിയിക്കാൻ വേണ്ടി എന്തോ ദുൽഖർ സൽമാനെ പോലെ അങ്ങനെ നോക്കുന്നു തോന്നട്ടാ. നടക്കൂല. എല്ലാപ്പാണ്. എന്തിന് ബ്രോ ഇവിടെ വരുന്നത്? എന്തിന് ബ്രോ? വൈ യു ഡു ദിസ് ബ്രോ? വൈ യു ഡു ദിസ് ടു യുവർ സെൽഫ് ബ്രോ? എല്ലാപ്പാണ് അത്രയും കഷ്ടപ്പെട്ട് നീ സ്വയം നിന്നെ തന്നെ എന്തിനാണ് വേദനിപ്പിക്കുന്നത്? നിനക്ക് എല്ലാപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീ പിന്നെ എന്തിനാണ് നിൽക്കണം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവന് ഇന്ന് മുഴുവൻ സന്തോഷമായിരിക്കുമല്ലോ. മോത്തവന് പറയാണ്ടൊരു ചിരി ഉണ്ടോ? ചിരിക്കാണ്ടൊരു ചിരി അവൻ്റെ ഉള്ളിൽ നിന്ന് ചിരിക്കുന്നുണ്ടോ അവന്? നല്ല ഹാപ്പിയാന്നവന്. കുറച്ച് അറിയില്ലല്ലോ, നിനക്കൊന്നും അറിയില്ല, ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ടോ അവര്? അടാ ഇപ്പൊ SJPക്ക് ഫാൻസ് കൂടിയല്ലേ? ഷമീറിന് എന്ത് ഫാൻസ് കൂടിയത്? ഇന്നലെ ഞാൻ പറഞ്ഞത് മറ്റേ പെണ്ണിന് ഇഷ്ടമല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് ചാറ്റില്. അവരാണ് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, മനസ്സിലാ? നീ ഓളെ കുറിച്ച് കുറ്റം പറഞ്ഞതിനാണ് നിനക്ക് സപ്പോർട്ട് ആണ്. നീ കുറ്റം പറഞ്ഞു. SJP തിരിഞ്ഞു നിൽക്കട്ടെ, SJP ആണോ നോക്കട്ടെ എന്ന് പറയുന്ന. തിരിഞ്ഞു നിൽക്ക. ശരിയാ, കുണ്ടിയാണോ മനസ്സിലാവും. SJP ആണോ അല്ലോ? അതേടാ, ഫുള്ളായിട്ട് തിരിഞ്ഞേക്ക്, ഫുള്ളായിട്ട് തിരിയാ. എടാ ഫുള്ളായിട്ട് അങ്ങോട്ടേക്ക് നോക്കണം. നീ എന്തിനാ എപ്പോ ഇങ്ങോട്ട് നോക്കിക്കുന്നത്? ഇവിടെ ആരാ ഉള്ളതിന്റെ? ചെറുതായിട്ട്. എടാ ഞാൻ പറയട്ടെ, ഇന്ന് കുറെ സെലിബ്രേഷനും ഡാൻസ് ഒന്നുമില്ല. എൻ്റെ മൂഡ് അത്ര ശരിയല്ല. ഓക്കെ, അപ്പൊ നമുക്ക് PUBG കളിക്കാം. എൻ്റെ മൂഡ് ഞങ്ങൾക്ക് അങ്ങനെയാണ്. അപ്പൊ മൈൻഡ് ഓക്കെ അല്ലാത്തപ്പോൾ PUBG കളിച്ചാൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിം കളിച്ച് ഇങ്ങനെ PS5. എടാ എൻ്റെ സ്റ്റെയറിംഗ് ഉണ്ട്, നമുക്ക് ഇത് കളിച്ചാലോ? ഞാൻ മൈൻഡ് ഓഫ് ആകുമ്പോൾ ഞാൻ എന്താ ചെയ്യാൻ അറിയോ? ചാറ്റ്, ഞാൻ മൈൻഡ് ഓഫ് ആകുമ്പോൾ ചെയ്യുന്ന പരിപാടി എന്താ അറിയോ? ഇത് രണ്ടും കണക്ട് ചെയ്യും. അതിന്റെ GTR എടുക്കും, അല്ലെങ്കിൽ പോർഷെ, ഏതെങ്കിലും വണ്ടി എടുത്ത് വക്കീലിനോട് ഹായ് പറയുന്ന ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് പുറത്ത് നല്ല മഴയും വേണം, എന്നാൽ നല്ല മൂടിടാം. കാര്യം പറയില്ല, സാഡ് ആയിട്ടുള്ള ടൈം ഇതാ ഇപ്പുറത്തെ മോണിറ്ററിൽ സ്ലോ ആയിട്ടുള്ള ലോഫി സോങ് ഇടും. ഇങ്ങനെ മഴേന്റെ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ പറ്റുന്നത്. പുറത്ത് മഴ ഇട്ടിട്ട് എല്ലാ ലൈറ്റും ഓഫ് ആക്കും. എന്നിട്ട് ഇതിൽ സ്റ്റെയറിംഗ് എടുത്ത് GTR ആകത്തെ നല്ലൊരു വണ്ടി എടുത്ത് മെല്ലെ ഓടിക്കാൻ പറ്റും. സ്പീഡ് പോകാൻ പറ്റും മെല്ലെ. ഒരു രാത്രിയുള്ള ക്ലൈമറ്റ് വെച്ചിട്ട് അതാണ് മോനെ. അത് അങ്ങനെ കുറച്ച് ഒരു 2 മണിക്കൂർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മൂഡ് ഓക്കെ ആവും. പക്ഷെ ഇവിടെ വന്നിട്ട് അത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വന്നിട്ട് അത് ചെയ്താൽ ഞാനും ഓക്കെ ആവും, ഞാൻ ഫീൽ ഗുഡ് ആവും, പക്ഷെ നിങ്ങൾക്ക് ബോറടിച്ചാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് BGM, എടാ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? BGM കളിക്കാം, അതായിരിക്കും നല്ലത് അല്ല? GTA ഇല്ലടാ, GTA കളിച്ചാൽ ഉള്ള ഇത് കൂടെ അവിടെ ഫുള്ള് വള്ളിയും ഇതെല്ലാം പിടിച്ച്. വള്ളി പിടിക്കുന്നതിന് മാത്രം വള്ളി പിടിച്ചാൽ ഓക്കെ, വള്ളി പിടിച്ചാൽ ശരിയാ. കുറച്ച് നമുക്ക് ഇങ്ങനെ എന്താ സമയം പോകും, ശരിയാ. വള്ളി പിടിച്ചാൽ സമയം പോകും, ശരി തന്നെയാ. പക്ഷേ GTA ഭയങ്കര ബോറിംഗ് ആണോ? എനക്ക് കിട്ടുന്നില്ല GTAന്റെ വൈബ്. എനിക്ക് കിട്ടുന്നില്ല. വക്കീലിന് വാലിട്ട് കൊടുക്കാൻ വേണ്ടി അതെല്ലാം ഫേക്ക് അക്കൗണ്ട്. ഇതെല്ലാം ഫേക്ക് ആടാ, ഇതെല്ലാം വെറും ഫേക്ക് ആണ്.
ഞാൻ ഇന്നലെ ഗൂഗിൾ പേ റെക്കോർഡ്സ് എടുത്ത് നോക്കി. ഇവന്മാരാ കുറെ ആള് മുന്നേ ഇട്ട ഇവര് മുന്നേ ഇട്ട സൂപ്പർ ചാറ്റിലെ മെസ്സേജും ഇപ്പൊ ഇടുന്ന മെസ്സേജും വെച്ചിട്ട് ഞാൻ ഇത് നോക്കി. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട് ഒരു പേര് മാറ്റിയതാണ്. കാരണം മുന്നേ ഇട്ട മെസ്സേജായിട്ട് ബന്ധമില്ലാത്ത സാധനമാണ് പിന്നെ ഇടുന്നത് ഒരാളെ പേരില്. ഇവര് പേര് മാറ്റുന്ന ഫേക്ക് ആയതല്ലോ. അസർ ഞാൻ റീചാർജ് ചെയ്തില്ല. അടി ഇതെല്ലാം ഒന്ന് ഓർമ്മിപ്പിച്ചൂടാ മോനെ. പോയട്ടെ ബായ് കുട്ടിയെ. ആരെ നീ എന്താടാ മണ്ടത്തരം പറയുന്ന? അസറിൽ എങ്ങനെയാ അവളെ വിളിക്കലേ? എനിക്ക് എന്താടാ സന്തോഷം പറയുമ്പോ ഭയങ്കര ഹാപ്പിയാന്നല്ലോ നീ, ഭയങ്കര ഹാപ്പിയാന്നല്ലോ. BGMA പ്ലേ GTA ഇല്ല BGMA ആണോ കൂടുതലും? എടാ ഞാൻ പറയുന്നത് കുറെ കൊണയോ ഇതൊന്നും വേണം, നമുക്ക് നേരെ എന്തെങ്കിലും പരിപാടി ചെയ്യാം. ലെവൽ ഡബിൾ കളിച്ചാലോ? വേണ്ട, ഫ്രസ്ട്രേഷൻ കൂടും. ടുമാറോ യൂട്യൂബ് ലൈവ്? ടുമാറോ ഇല്ല, ഒരു അത്രയും നമ്മൾ യൂട്യൂബിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ലൈവ് ഇടാൻ പോകുന്നു. ഓക്കെ, വീക്കിലി വൺസാണ് നമ്മൾ യൂട്യൂബിൽ ലൈവ് ഇടാൻ പോകുന്നത്. അത്രയും നമ്മൾ യൂട്യൂബിൽ ലൈവ് ഇട്ടിട്ട് 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ടുമാറോ ഇല്ല, ഡേ ആഫ്റ്റർ ടുമാറോ അതാണ് യൂട്യൂബ് ലൈവ് വരാം മിക്കവാറും, മോസ്റ്റ് പ്രോബ്ലി. മമ്മു എവിടെ നിൽക്കണം? മമ്മോ ഓനെ ഏതോ അവിടെ കൊണ്ട് കിടക്കുന്നു. പുതപ്പിന്റെ ഉള്ളിലായിരിക്കും. മമ്മോ വിളിക്കുന്ന ചാറ്റ് വിളിക്കുന്ന ചാറ്റ് ഇവനല്ല ആരും നോക്കാനാ. ഇവന് ബാക്കിയുള്ളവർക്ക് പെണ്ണ് സെറ്റ് ആവോ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോ അവരോട് അസൂയ ഉണ്ടാവും. അല്ലാണ്ട് ഇവന് സ്വന്തമായിട്ട് ഒരിക്കലും പെണ്ണ് സെറ്റ് ആവില്ലല്ലോ. ഇതെന്നാ ഷഡ്ഡി വിട്ടിട്ട് വന്നിന് നാറി. ഓ മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് കടന്നു പറഞ്ഞാല് മുടിയെല്ലാം മാറിയിട്ടുണ്ടല്ലോ. ഇവനെ അറിയാം ഇവനെ വിളിക്കുമെന്ന് കേട്ടാ. സംഭവം ഇൻസൈഡും ആക്കിയിട്ടുണ്ട്. ഇവനെ അറിയാം, ഇവനെ നമ്മള് വിളിക്കും. ലൈവ് തുടങ്ങി 10 മിനിറ്റ് ആയാ ഇവനെ വിളിക്കും. ഇവനെ അറിയാം. ഇവൻ ഇങ്ങനെ നൈസായിട്ട് കാതും പുറത്താട് നിൽക്കുകയാണ്. ഞാൻ കിടക്കുമായിരുന്നു, ഞാൻ ഉറങ്ങുമായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട്. ഏതാ അഭിനയോടാ? എന്ത് ഇത് വാര്യതാ, മുടി വാര്യതാ ഇത്. പിന്നെ കറക്റ്റ് റീചാർജ് ചെയ്യാനും പാടാൻ വരാം. ഇന്റർനാഷണൽ കാർഡ് ഉണ്ടോ അഖിലേല്? വിസ കാർഡ് ഉണ്ടോ? എന്റെ റൂപ്പയാ, റൂപ്പേ കാർഡാ. ഷാമിയായിട്ട് എന്താ പ്രശ്നമൊന്നുമില്ല. അത് നടക്കാത്ത കാര്യം നമ്മൾ വെറുതെ ഇങ്ങനെ കുറെ വലിപ്പിച്ചിട്ട് എന്താ കാര്യം? അതിൽ കാര്യമില്ല. ഡെയിലി നമ്മളെ വിളിച്ച് ഇങ്ങനെ വലിപ്പിച്ച് ഇതാക്കിയിട്ട് വെറുതെ ഓക്കും വെറുപ്പിക്കലാതെ നിങ്ങൾക്കും വെറുപ്പിക്കലാവും. ലാസ്റ്റ് ഒന്നും നടന്നിട്ടില്ല. മനസ്സിലായി അത് നടക്കൂലെന്ന് എനിക്കൊരു ഇത് കിട്ടി, എനിക്കൊരു സംഭവം മനസ്സിലായി. അത് നടക്കൂലെന്ന് എനിക്ക് ഉറപ്പ് കിട്ടി. എങ്ങനെയാന്ന് എന്നോട് ചോദിക്കരുത്, അത് പ്ലീസ് എന്നോട് ചോദിക്കരുത്, അത് നടക്കൂല. ഓക്കെ, അപ്പൊ പിന്നെ അത് വിട്ട്, അത്രേ ഉള്ളൂ. നിനക്കും വരുമല്ലോടാ ഒരു പെണ്ണ്, ഒരു നാൾ, ഒരു സിറ്റുവേഷൻ നിനക്കും വരുമല്ലോ. അപ്പൊ കാണിച്ചിട്ടാണ് സ്റ്റിയറിംഗ് കളിച്ചാൽ എന്താ പ്രശ്നം അറിയോ ബ്രോ? സ്റ്റിയറിംഗ് കളിച്ചാൽ ഞാൻ നല്ല പീസ്ഫുൾ ആയിട്ട് കളിക്കും, നല്ല രസമാണ്. സത്യം പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. പക്ഷെ നിങ്ങൾ ബോറടിച്ച് ചാവും. കാരണം ഞാൻ മെല്ലെ ഇങ്ങനെ പാട്ടും വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ലോഫി സോങ്ങും വെച്ച് ഇങ്ങനെ മെല്ലെ ഓടിച്ച് കളിക്കുക ഒരു 2-3 മണിക്കൂർ. നല്ല രസമാണ്, നിനക്ക് നല്ല രസമാണ്. പക്ഷെ നിങ്ങൾ ബോറടിച്ച് ചാവും മക്കളെ. അതുകൊണ്ട് നമുക്ക് PUBG കളിക്കാം, അതായിരിക്കും നല്ലത്. മനസ്സിലാവും, അതാണ് നല്ലത്. ഉണ്ടോ ഏതാ ഉള്ളത്? എല്ലാരെയും റൂപേ കാർഡുള്ള, വിസ കാർഡാണോ, ഇന്റർനാഷണൽ കാർഡ് വേണോ? മാസ്റ്റർ കാർഡോ അല്ലെങ്കിൽ വിസ കാർഡോ ഉണ്ടോ? കാനറ ബാങ്കിന്റെ കാർഡ് നിന്റെ കുണ്ടിയിൽ കൊണ്ടുപോയി തിരിക്കുന്നത്. ഏത് പോയാടാ? BGMA DC BGMA DC അസർ ഇന്നില്ല. അസർ നാളെ, അല്ല മറ്റന്നാളെ വരുന്ന അസർ അടുത്ത ലൈവില്. ഓക്കെ, അപ്പൊ നമുക്കെന്നാ DC നോക്കാം, ഡിസ്കോഡ് നോക്കാം. ലെറ്റ്സ് സീ. ഇന്ന് നമ്മൾ സ്ട്രീം കൊടുക്കുമ്പോൾ പാട്ടൊന്നും ഇട്ടില്ലേ? അടുത്ത സ്ട്രീം മുതൽ നമുക്ക് ഫുള്ള് ആവേശമാക്കാം. ഇന്നിങ്ങനെ പോട്ടെ, മൂഡില്ല. ഇതെന്താ എന്റെ മുഖം കാണാത്തെ? മമ്മു ഷഡ്ഡി ബ്രാൻഡ് ഏതാന്ന് ചോദിക്കുന്ന? ബ്രാൻഡ് ചോദിക്കുന്നതാണോ? ബ്രാൻഡിന് പ്രൊമോഷൻ ആവോ? ഏതാന്ന് നോക്കട്ടെ. കാൽവിൻ ക്ലൈനോ?
ഇതാണ് എനിക്ക് കിട്ടിയ ഇതാരതാ ഇതാരതാ സത്യം പറ നിനക്ക് കാൽവിൻ ക്ലൈൻ ഒന്നും ഇല്ല മമ്മോ ഞാൻ മേടിച്ചാൽ നീടും ഞാൻ അങ്ങനെ ഒരു സാധനം മേടിച്ചാൽ തന്നിട്ട് ഇതാരതാ പറ ഇതാരാ മുനുവിന്റെ കാൽവിനല്ല കാൽവിന് മുനുവിനെ പറയാൻ വരാറില്ല ആരതാ അത് എടാ ചൊറി പേരോടെ വേറെ ആൾക്കാരെ ഷഡ് യൂസ് ചെയ്യാൻ പറ്റില്ല ഒന്നും അറിയില്ല കോൾ റാംബോ റാംബോ എവിടെ റാംബോ ഇന്ന് ആർക്കും ഒരു മൂഡിലടാ ഫുള്ള് ശോകം മൂടാ നമുക്ക് അടുത്ത ലൈവ് മുതൽ നമുക്ക് സെലിബ്രേഷനും ഡാൻസ് കളിയിലാക്കാം ഈ ലൈവ് നമുക്ക് ഇങ്ങനെ പോവാം ഓക്കെ നമുക്ക് കുറച്ച് മഴയെല്ലാം കൊണ്ട് പാട്ടെല്ലാം കേട്ട് പബ്ജി എല്ലാം കളിച്ചങ്ങ് പോവാ നാളെ മമ്മൂന്റെ ലൈവാ മമ്മു ലൈവ് ഇടുന്ന നാളെ ഇവൻ എന്താണ് ലൈവ് ഇടാത്ത ഇവനോട് പറഞ്ഞിട്ട് ഇവന് റീൽസ് എടുക്കാം ഇവനോട് ലൈവ് ഇടാൻ പറയുമ്പോൾ പറയും റീൽസ് എടുക്കാം നമുക്ക് റീൽസ് എടുക്കാൻ ഇഷ്ടം എന്നിട്ട് ഇതുവരെ ഒരു റീൽ ഇട്ടില്ല ഇട്ടാ ഷൂട്ട് ചെയ്തിട്ടില്ല ഒന്ന് അതിന്റെ എടുത്തു അല്ല എഡിറ്ററിനെ കിട്ടിയിട്ടല്ല എഡിറ്ററിനെ സോർട്ട് ചെയ്താ എത്ര ആളായി 50 വേണ്ട 10 ആൾക്കാർ എടുത്തിട്ട് ഇന്റർവ്യൂ വെച്ചിട്ട് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം ഇന്നെന്നാ പരിപാടി ചെയ്താലോ പണികളും ചെയ്ത് തീർത്താൽ ഇന്ന് എന്തായാലും നമുക്ക് ഒരു മൂഡില്ലാത്ത ദിവസം നമുക്ക് ഇന്ന് പണികളും ചെയ്ത് തീർക്കാം എഡിറ്ററിനെ സെലക്ട് ചെയ്താ നാളെ ഇവൻ ചെയ്തില്ല ഇവൻ പണി ചെയ്തില്ല അത് ഇവൻ ഈ മുഖാലൊക്കെ അറിയാം നീ പുട്ടും കടലിൽ നിന്നിട്ട് നീ അവിടെ ഉറങ്ങി അല്ല എന്ത് 2 ദിവസം എത്ര ദിവസം വെയിറ്റ് ചെയ്യണോ എല്ലാവർക്കും മടി മഴ തുടങ്ങി അങ്ങനെ എല്ലാവർക്കും മടി കയറിയിട്ടുള്ളത് എന്താ അറിയില്ല ഒന്നിനൊരു മൂടില്ല എന്താണെന്നറിയില്ല ഒന്നിനൊരു മൂടില്ല എൽ സ്ട്രീം ആടാ എൽ സ്ട്രീം എനിക്കറിയാം എൽ സ്ട്രീം ഇന്നൊരു എൽ സ്ട്രീം ആയിരിക്കും ഇന്നൊരു എൽ സ്ട്രീം ആടാ സോറിടാ നമുക്ക് അടുത്തൊരു സെറ്റ് ആക്കാം നമുക്ക് എന്തെങ്കിലും അടുത്ത ലൈവ് മുതൽ എന്തെങ്കിലും ഹാപ്പി തിങ്സ് ചെയ്യാം ഹാപ്പി തിങ്സ് എന്തെങ്കിലും ചാലഞ്ച് ആയിട്ട് സെറ്റ് ചെയ്യണം ആരെങ്കിലും കേട്ടോ അടുത്ത ചാലഞ്ച് അങ്ങനത്തെ എന്തെങ്കിലും സെറ്റ് ചെയ്യും വീട് തൊപ്പി നമ്മളുണ്ട് മുത്തേന്ന് ആടാ സീരത് അങ്ങനത്തെ ഇതൊന്നും അല്ല മോനെ ഇന്ന് വലിയ മൂടില്ല ഓള കേസിനൊന്നും അല്ല ഞാൻ പറയുന്നത് പൊതുവേ ഒരു മൂടില്ല മനസ്സിലായി ആഴ്ചയിൽ ഒരിക്കൽ നമ്മളൊരു ഡൗൺ ദിവസം ഉണ്ടാവില്ല അങ്ങനെ ഒരു ദിവസം അത്രേ ഉള്ളൂ അല്ലാണ്ട് മൂളായിട്ട് വന്നിട്ടൊന്നല്ല മനസ്സിലാ മുനുപ്പൂച്ച എവിടെ ലൂസി അവിടെ ലൂസി മരിച്ചിട്ടല്ല ലൂസി ഇല്ലേ ലൂസി ഉണ്ട് ലൂസിനെല്ലാം കണ്ടിട്ട് എത്ര കാലം പണ്ടത്തെ എന്റെ സെറ്റപ്പ് എന്റെ ലൈവിന്റെ സെറ്റപ്പ് നോക്കിയ പഴയ ഇതിലെ അയ്യാറിലേന് പണ്ട് അയ്യേ ഇതെന്താ നീ നറൂട്ടോന്റെ ടീഷർട്ട് ഇട്ട് നിനക്ക് നറൂട്ടോനെ കുറിച്ച് എന്തൊക്കെ അറിയോ എന്താ അറിയാ എന്താ ആനിമ നിനക്ക് എന്താ അറിയാം ഒന്ന് പറ എന്ത് പറ നെറൂട്ടോനെ കുറിച്ച് എന്താ അറിയാന്ന് പറ നെറൂട്ടോന്റെ ഏറ്റവും അടുത്ത ക്യാരക്ടർ എന്താ ക്യാരക്ടറിന്റെ പേരെന്താ നെറൂട്ടോന്റെ ഏറ്റവും അടുത്ത ക്യാരക്ടർ നെറൂട്ടോന്റെ ഫുൾ പേരെന്താ ഒരു ലൊട്ട് എനിക്ക് അറിയില്ല വെറുതെ വന്നിട്ടാ ആദിൽ നോക്കിയത് ആദിലില്ലേ ആദിലുണ്ടോ അവിടെ ഇന്ന് ഓരോരാളെ വിളിക്കേണ്ട അവസ്ഥ എന്നല്ലടാ ഇന്ന് ആണ് നീ ഡബ്ല്യു ടീഷർട്ടാണ് ഈ ടീഷർട്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല ഷമീറിന് തൊപ്പിയെ മാനസികമായും ശാരീരികമായും നന്നായി അറിയാം. ഇത് കാണാം നമ്മളെ പഴയ കാലം ഇത് നോക്കുന്നത് മീറ മുഹമ്മദ് അൻവർ ഡൊനേറ്റഡ് 42 രൂപ ത്രൂ ഗൂഗിൾ പേ. താങ്ക് യു ഫോർ ദ 42 rupees സൂപ്പർ ചാറ്റ്. പൂച്ച ഫ്രൈ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആയിട്ട് ഇവൻ ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടല്ലേ. ഓറാക്കിക്കളല്ലേ, ഓറാക്കുന്നുണ്ടല്ലോ അവന്. എടുത്ത് എവിടെ പോയി മുന്നോടെ പുറത്ത് വന്നിട്ട് പോയതാ, ആരോ കാണണം തൊട്ട് പോയതാ. മിക്കവാറും ഒരു പെണ്ണായിരിക്കും അത്. മിക്കവാറും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ കൂട്ടും, അല്ലെങ്കിൽ ഏടെ പോകുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെ കൂട്ടിയിട്ടേ പോകും. മുന്നേ നിന്ന് ആരെയും കൂട്ടാണ്ട് ഒറ്റക്ക് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയി. എന്തായാലും ഒരു പെണ്ണായിരിക്കും. കോഴി ആവുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്.
സ്പീഡ് മെസ്സി മീറ്റപ്പോ സ്പീഡ് മെസ്സിനെ കാണാനോ? ആണോ? ചാറ്റ് സ്പീഡ് മെസ്സിനെ കണ്ടോ? ഒന്ന് നോക്കി, ആരെങ്കിലും നോക്കിയേ? ഉള്ളതാണോ? നോക്കണോ? വെറുതെ പറയുന്നതായിരിക്കും, വെറുതെ പറയുന്നതായിരിക്കും. നീ സ്പ്രേ അടിച്ചിട്ടോ? എന്താ വാറെന്ന് പറയുന്നത്? എന്ത് വാറ്? വാറൊന്നുമില്ല, വെറുതെ പറയുന്നത്. ഇതെല്ലാം വെറുതെ അല്ലോ. റിയലിസ്റ്റിക് ഗെയിം ഫ്രീ ഫയറും കളിയാക്കാൻ തുടങ്ങിയത്. അടാ ഇത് വളരെ മോശമാണ് സംഭവം. ശരി തന്നെ, കുറച്ച് പേപ്പർ ഗ്രാഫിക്സ് ആണ്, ശരി തന്നെ. പക്ഷെ ഫ്രീ ഫയർ പബ്ജി പോലെ തന്നെ അതേപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ആണ്. മനസ്സിലായോ? കുറച്ച് പാടാന്ന് പറഞ്ഞാൽ ഞാൻ കളിച്ചു വെച്ച് നോക്കിയിട്ട് കുറച്ച് പാടാന്ന് പറഞ്ഞാൽ സംഭവം ഗ്രാഫിക്സ് കുറവ് തന്നെ, പക്ഷെ അത്ര ഈസി ഒന്നല്ല. കളി നല്ല പാടാണ്. നമുക്ക് എന്തായാലും ഫ്രീ ഫയർ കളിക്കാം. ഇവിടെ ആയിരിക്കല്ലോ ഫ്രീ ഫയർ കളിക്കാൻ അറിയാം? റാംബോ, പിന്നെ അതിലറിയോ? റാംബോക്ക് അതിലും ഫ്രീ ഫയർ കളിക്കാൻ അറിയാം. നമ്മൾ മൂന്നാളും കൂട്ട് സ്ക്വാഡായിട്ട് ഒരു ദിവസം കളിക്കാം. നമ്മളെ കളിയാക്കുന്ന ശരി. അല്ല, കള്ളാസ് ഗ്രാഫിക്സും കൊണ്ട് നമ്മളെ കളിയാക്കാൻ വരുന്നതാ പോലെ. നമ്മളെ പറയാണ്ടെന്നാ നമ്മളൊന്നും തിരിച്ചു പറയൂല. ഇത് ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കരുത്, കാര്യം പറയാല. ഒരുമാതിരി വാറോ? എന്ത് വാറ്? സ്പീഡൊന്നും മെസ്സിനൊന്നും മീറ്റ് ചെയ്യല. വെറുതെ മെസ്സിനെ സ്പീഡ് വേറെ ആരെ മീറ്റ് ചെയ്താലും മെസ്സിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന എനിക്ക് തോന്നില്ല. മെസ്സിനെ അത്രയും ഇഷ്ടമല്ലോ എനിക്ക്. ഒരു അയക്കൂറെണ്ണം കിട്ടിയിട്ടുണ്ടെന്ന് അറിയുമോ? അതുപോലെ സോറി, അടുത്തേലും പ്രൂവ് വേണ്ടടാ പ്ലീസ്. എന്താണ് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. അങ്ങനത്തെ ചളിയൊന്നും പറയാത്തതോ, അറിയാണ്ട് പറഞ്ഞു എന്റെ വായിന്ന് വീണു. ഞാൻ ഒരു കാര്യം പറട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാർ ബ്രാൻഡ് ഞാൻ പറട്ടെ, ഔഡി എന്നല്ല പറയുന്നത്. ഔഡി എനിക്ക് ഇഷ്ടമാണ്. ഈ ഗേ ആയിക്കോണ്ട, ഇവൻ ഗേ ആണ്, അതുകൊണ്ട് ഇവന് ഇങ്ങനത്തെ ബ്രാൻഡിൽ ഇഷ്ടമാണ്. എനിക്ക് ഔഡി അല്ലാണോ അറിയാലോ, എനിക്ക് ഔഡി തീരെ ഇഷ്ടമല്ല. കാര്യം പറയാലോ. എസ് ജെ പിക്ക് ഔഡി ഇഷ്ടപ്പെടാൻ കാരണമുണ്ട്. ഇവിടത്തെ തിരകൾക്ക് തീരത്തെ തുടരണമെങ്കിൽ പോലും അവന്റെ അനുവാദം. എനിക്ക് ഔഡി ഭയങ്കര ഗേളിയായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനെ ഉണ്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല. അയ്യോ, വെറുതെ അല്ല അതൊക്കെ ഇഷ്ടം പറഞ്ഞ. ഇത് പറ്റിപ്പാന്ന് നമ്മള് പാടാൻ തുടങ്ങുമ്പോ ഒന്ന് ചലക്കാണ്ട് പോടോന്ന് പറയും. അതാ സംഭവം. ഇല്ല ഞാൻ പാടുന്നില്ല. നീ പാടിക്കോ. പറ്റിപ്പല്ല. ഓക്കെ, നല്ല വരിയത്തുമ്പോഴേക്ക് നിർത്തിക്കളഞ്ഞടാ അവര്. വക്കീൽ ഇതുവരെ പാട്ട് പാടിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. വക്കീൽ ഇതുവരെ നമ്മളെ സ്ട്രീമിൽ എല്ലാവരും, നമ്മളെ ടീമിലുള്ള എല്ലാവരും പാട്ട് പാടി. വക്കീൽ ഇതുവരെ ഒരു പാട്ട് പാടിയിട്ടില്ല. ഏതാ പറ, കരോക്കെ ഇട്ടരാ പറ. ഓക്കെ, വക്കീൽ ഈസ് ഗോണ സിംഗ് എ സോങ് ഫോർ us.
കമോൺ ഏതാ പാട്ട് ഏതാ പാട് പാടാ മൈക്ക് കൊടുക്കും ഏതാ പാട്ടേതാ മറ്റേ കാണേ പുതിയ മുഖം അടുത്തിരി കാണേന്ന് പറയുമ്പോ വക്കീല് നല്ലൊരു പാട്ടുകാരനാണ്. ഇതാണോ അത് തന്നെ ഫസ്റ്റ് അല്ലേ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ പുതിയ വക്കീൽ പാടാൻ പോകുന്നത് എല്ലാരും കൊണ്ടെടുക്ക എല്ലാരും കൊണ്ടെടുക്ക ഇന്ററപ്റ്റ് കാണേ കണ്ണൂടും നീതാ കേൾക്കേ കാതടയും രോദനമെന്നോ ദൂരെ എന്നെ ഗാന്ധമായി ഗാനം പോലെ കതിരണിയും കനകനിലാവ് ഒരു സാന്ത്വനം മൃദു സാന്ത്വനം ഇന്നെവിടെയാ മൊഴികൾ ഇന്നെവിടെയാണിനി എവിടെയാണ് കരുന്നൊരു പുലരി പൂര്യമുഖോ ഇനിയൊരു പുതിയ മുഖോ ഇനിയൊരു പുതിയ മുഖോ പുതിയ മുഖം ആരും കണ്ടു കൊതിക്കും പുതിയൊരു സുന്ദര സാന്ധ്യമുഖം പുതിയ മുഖം ആരും കണ്ടു കൊതിക്കും പുതിയൊരു സുന്ദര സാന്ധ്യമുഖം ഒരു സാന്ത്വനം മൃദു സാന്ത്വനം ഇന്നെവിടെയാ മൊഴികൾ ഇനി എവിടെയാണ് അകലുന്നൊരു പുലരി സൂര്യമുഖോ ഇനിയൊരു പുതിയ മുഖോ എല്ലാവർക്കും പാട്ടുപാടാൻ കഴിവുണ്ട് കാര്യം ഷമീർ വെച്ച് ഇവിടെ എല്ലാവർക്കും പാട്ടുപാടാൻ കഴിവുണ്ട്. നിങ്ങൾ ഷമീർ ഇതൊരു പാട്ട് പാടിയില്ല, ഒരിക്കലും പാടുകയും ചെയ്തല്ലോ. ഇല്ല, ഇവനോട് ഞാൻ കൊറേ പറഞ്ഞില്ല, ഇവ പാടൂല, ഇവ ഒരിക്കലും പാടൂല. ഞാനൊന്നും പാടിയില്ലല്ലോ. ചാറ്റ് പറഞ്ഞാലോ? ചാറ്റ് പറഞ്ഞാൽ പാടില്ല, പിന്നെ ചാറ്റ് പറഞ്ഞാൽ പാടില്ല, പിന്നെ അങ്ങനത്തെ സംഭവമില്ല. ചാറ്റ് പറഞ്ഞാൽ ചെയ്തില്ലെങ്കിൽ പറയും, അപ്പൊ നിന്നെ കിക്ക് ചെയ്യണ്ടേ? വക്കീൽ വാദിക്കുന്ന ഒരു രംഗം കാണിക്കാമോ ആഗ്രഹം കൊണ്ടാണ്. വക്കീൽ വാദിക്കുന്ന ഒരു രംഗം കണ്ടവർക്ക് വളമ്പുറം പോയി അതൊന്ന് ചെയ്ത് കൊടുക്കുക. വക്കീലിന് കുറെ സീനെല്ലാം ആയിട്ടുള്ള കേട്ടോ. വക്കീലിന് പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ. ഇപ്പൊ വെറുതെ വക്കീലിന് ഇടങ്ങാറാക്കണ്ട വിട്ടോ. അല്ല, അതുപോലല്ല, റിയൽ വക്കീലന്മാർ അങ്ങനത്തെ സാധനങ്ങളൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല, പബ്ലിക്കിൽ കാണിക്കാൻ പറ്റില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ വക്കീലിന്റെ ജോലി മാത്രം ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഫ്രീ വർക്ക്. താങ്ക് യു ഫോർ ദ 250 ഡയമണ്ട്സ് ഡൊണേഷൻ ബ്രോ. ഷമീർ പാടണോ? ചാറ്റ് പറ. SJP പാടണോ വേണ്ടയോ? ചാറ്റ് പറ. പാടല്ലേ പാടൂ. ഒന്നെങ്കിൽ ഓക്കെ, പാടണം എന്നുള്ളവർ പാടൂ എന്ന് പറയണം. പാടലെന്ന് പറഞ്ഞാൽ പാടല്ലേ എന്ന് പറയണം. ഓക്കെ, ചാറ്റ് പറ. പാടൂ അല്ലെങ്കിൽ പാടല്ലേ. ഓക്കെ, നോക്കട്ടെ. പാട്ട് പാടാൻ പറഞ്ഞാൽ ടെൻഷൻ വരും. പേടിയാ പാട്ട് പാടാൻ. മറ്റേ പാട്ട് പാടുന്നത് വക്കീൽ നെയിം വയ്ക്കുന്ന വക്കീലിന്റെ നെയിം വെച്ചാലോ പറഞ്ഞെടുക്കടാ. യൂസി എന്ന് വിളിക്കും, പക്ഷെ ഫുൾ പേര് യൂസഫ് സഫാൻ. നമുക്ക് ഗെയിം കളിക്കാം. അഡ്വക്കേറ്റ് യൂസഫ് സഫാൻ. ഗെയിം കളിക്കാം. യൂസി വക്കീല്. പാടൂ പാടല്ലേ ഊമ്പല്ലേന്ന് പറഞ്ഞ ആരോ ഊമ്പല്ലേന്ന് പറഞ്ഞ. ചാറ്റ് പറഞ്ഞ കാര്യം ചെയ്യണം. അത് അങ്ങനെ റൂളുണ്ട് മച്ചാനെ. ഒന്നും ചെയ്യാൻ കഴിയില്ല, നിനക്ക് വേറെ വഴിയില്ല മച്ചാനെ. കൽവിലെത്തി പാടുക. സപ്പോർട്ട് ചെയ്യാം. എടാ പാടുന്ന ചാറ്റ് ഒരു ആവശ്യം പറയുമ്പോ നമ്മള് ചെയ്ത് കൊടുക്കണ്ടേ? പാട് ഗുള്ളേന്ന് പറയുന്നത് ആരോ. അയ്യോ, എന്റെ സ്ക്രീനിലെ ചാറ്റ് ഓഫാ. സ്ക്രീനിൽ ചാറ്റ് ഇല്ല. ഒരു മിനിറ്റ്, ഒന്ന് ചാറ്റ് ഓൺ ആക്കിയിട്ടെ. അയ്യോ, ക്യാമറ ഇടാക്കിയില്ല. IP ലീക്ക് ആയ
പറ. ചാറ്റ് ഇവിടെ വന്നോ? ആ ചാറ്റ് വന്നു. പറ പാടൂന്നാ പറയുന്നത്. ഏത് പാട്ടാ? അല്ല നീ പറ, നിനക്ക് ഇഷ്ടമുള്ള പാട്ട് നീ പാടി. അങ്ങനെ പാട്ടുകൾ ഇഷ്ടമല്ല. നിനക്ക് എന്താ ഇഷ്ടം? ഞാൻ വേറെ സയൻസ് എല്ലാം കാണല, പാട്ടുകൾ ഞാൻ കേൾക്കില്ല. എന്നാലും ഞാൻ എന്താ അങ്ങനെ പറയല്ല. ഒന്ന് സയൻസ് പരമായിട്ടുള്ളൊരു പാട്ട്. നിങ്ങൾ പറ, നിങ്ങളിഷ്ടം ഏതായാലും പാടാം. ഇവന് പറ്റിയ പാട്ട് ഏതാ ചാറ്റ്? മര്യാദക്ക് പാടണം, വെറുതെ പാടാണ്ട് നിൽക്കരുത്. ഇവന് പറ്റുന്നതാണ് പട്ടണഭൂതം ഞാൻ കാര്യോ ഫുൾ സ്ക്രീൻ ആക്കുന്ന എന്തിനാണ് ഏതെങ്കിലും ഇതെന്നെ പാടിയാ പോരെ? കാണേ ഇതെന്നെ പാടാം. ഇതെന്നെ പാടാം. പുതിയ മുഖം അതെന്താ? നീ ഇത് പാടാൻ ഇഷ്ടമല്ല? ഇല്ല, ഇതെന്നെ പാടാം. ഇത് ഓൾറെഡി പാടിയല്ലോ, ഒരാള് പാടിയല്ലോ. അത് വേറെ ഏതെങ്കിലും. കൽബിലെത്തി. ഓക്കെ, കൽബിലെത്തി നമ്മളിപ്പോ കേട്ട് കുറച്ചു നേരത്തെ ആരോ പാടി. പിന്നെ നമുക്ക് പാട്ട് ഷൗആലിൻ, അത് നമ്മളെ മറ്റൊരു പെണ്ണ് പാടി. ഇന്ന് കേൾക്കാത്ത പാട്ട് യോപ്പ പാടുന്നോ? അയ്യോ അതൊന്നും പറ്റൂല. റാപ്പ് ആണോ നോർമൽ ആണോ? നോർമൽ മതി. എന്നാ റാപ്പ് തന്നെ പാടിപ്പിക്കാം. അല്ല ചാറ്റ് എന്നാ റാപ്പ് മതി. അപ്പൊ നോർമൽ കിട്ടൂല. റാപ്പ് വേണ്ട, നോർമൽ മതി. എന്നിലെരിഞ്ഞു. ഓക്കെ, എന്നിലെരിഞ്ഞു. നല്ല ഫ്ലോ വേണം പാടാനായിട്ട്. ഓക്കെ, ഇതില് മിതമായി ചെയ്തു തരുന്നേ ഉള്ളൂ, പാട്ടില്ല, ലിറിക്സ് ഇല്ല. അറിയില്ലടാ. दिलिया चावान तेरी यादां चे विक्रे में दुनिया से जावा सुनवे में कितने जावा हुन चुप गए मैं देसे आसी कबला विच तकिया से ले हूदी विच चाड़े आते दिल विच तू मेरे मन विच तू जाद में नहीं होंडी पास तू ही है मेरा नसीब रान भी तू केरी भी सोनी जाला जकाड़ी भी आस दिले जीने तू मंगड़ी है तेरे मेरी जकाड़ी എടാക്കി ഇതിന്റെ മലയാളാക്കിയത് ഞാൻ പാടാം. മലയാളം കിട്ടൂല, ഹിന്ദി എനിക്ക് വായിക്കാറില്ല. ഹിന്ദി അല്ല, ഇത് ഇംഗ്ലീഷ് ആണ്. ഇത് ഹിന്ദി അല്ലേ വാക്ക്? മലയാളത്തിൽ അങ്ങനെ അത് കിട്ടൂല. എടാ മലയാളത്തിൽ ഒരിക്കലും ഇത് കിട്ടൂല. ഒരു മലയാളം പാട്ട് വെച്ചാ എന്നെ ആക്കാൻ വേണ്ടി പറയുന്നയാ. ഇല്ല ഡബ്ല്യൂ ആണ്, എല്ലാം ഡബ്ല്യൂ ആണ്. റെഡി ടു സിംഗ്. നീ എൻ സംഗീതം, നീ എൻ സല്ലാപം, നീ എൻ ശ്രീരാഗം, അലനൊറിയും അനുരാഗം, നിൻമീകളിലൂറും സ്നേഹം, എൻ കനവിൽ നിറയും മോഹം, നിൻ കൈകളിൽ ചേരും നേരം ഞാൻ പനീർ മലരാകും. മെഹബൂബാ മേ തെരി മെഹബൂബാ, മെഹബൂബാ മേ തെരി മെഹബൂബാ, മെഹബൂബാ മേ തെരി മെഹബൂബാ, മെഹബൂബാ മേ തെരി മെഹബൂബാ. ഡബ്ല്യൂ നല്ല. ഞാൻ വേറെ കാര്യം പറയട്ടെ. സിനാൻ 250 ഡയമണ്ട്സ് ഇട്ടിട്ടുണ്ട്. സിനാൻ ഒരു ഷൗട്ട് ഔട്ട് ഉണ്ട്, ബിഗ് ഷൗട്ട് ഔട്ട് സിനാൻ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. റാംബോനോട് ഒന്ന് പറയാ. റാംബോനോട് ഞാൻ പറയാം, നിനക്ക് കുറെ കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. ഇവരാണ് നിന്റെ മുല പിടിക്കുന്നുണ്ട്, എന്നെ അടിക്കുന്നതൊന്നല്ല. എനിക്ക് വേറൊരു കാര്യം റാംബോനോടും മമ്മൂനോടും എനിക്ക് പറയാനുള്ളത്. എനിക്ക് കുറെ കംപ്ലൈന്റ്സ് വരുന്നുണ്ട്, ഞാൻ ഇത് കാണുന്നില്ല. എനിക്ക് ഒരാൾ ഓരോ റീൽസ് അയച്ചാൽ ഇത് കട്ട് ചെയ്തിട്ടുള്ള നിങ്ങൾ ബാക്കിൽ നിന്ന് കുണ്ടം കളി കളിക്കുന്നത്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ ഗുഡ് വില്ല് നല്ല ആക്കാൻ നോക്കുമ്പോൾ നമ്മളെ ഇത് തെറിവിളിയും ഇമേജും നല്ലതിലും ആക്കി എടുക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനത്തെ മുമ്പിൽ തന്നെ ചെയ്യുന്ന ഇവർ വന്നിട്ട് ഒരു ഇതും ഉണ്ടാവില്ല, പെട്ടെന്ന് ഇങ്ങനെ ഒരു പിടി പിടിക്കും. എന്താണ് നിനക്കല്ല ഇത്രയും കാഴ്പ്? ഒളിച്ചിരിക്കുന്നു മാറിയാ കാണട്ടല്ലോ. ഇതാ ഇവന്റെ പരിപാടി എന്താ അറിയോ? ഇത് ഞാൻ കാണുന്നില്ല. ഇതെനിക്ക് ഓരോ ആൾക്കാർ ഓരോ ലൈവിന്റെ കട്ടിങ് എടുത്തിട്ട് അയച്ചിരുമ്പോ ഞാൻ കാണുന്നു. ഇവര് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ ഇത് മുന്നോട്ടല്ലേ നോക്കുന്നത്. ഇവര് ബാക്കിൽ നിന്ന് മുല കൊടുത്തു കുണ്ടം കളിയോ പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഈ മമ്മൂ എന്ന് പറയുന്നത് ഭയങ്കര കുണ്ടനാ, പേരുകേട്ട കുണ്ടനാ ഇവൻ. ആള് മഹാകുണ്ടല. എടാ തമാശയും കളിയാന്നാലും പെട് മുനു. ഞാൻ അല്ല മമ്മു, ഞാൻ കാര്യം പറയാല, അങ്ങനത്തെ പരിപാടി നടക്കൂല. റാംബോദിനോട് കൂടി അടിക്കുന്നുണ്ട് ഇവർ. അത് നിനക്ക് കൊള്ളേണ്ടത് തന്നെയാണ്. കൊള്ളേണ്ടത് കൊള്ളണം. ഓക്കെ
ഈ ശരത്ത് എന്തിനാ ബാക്കി കയറി ഇരിക്കുന്നത്? അതാ ഇങ്ങനല്ലേ ഇതാക്കുന്നത്. നമ്മളൊരു സിഗ്മ ടീമാണ്, മനസ്സിലാ. നമ്മളൊരു കുണ്ടൻ ഗേ ടീമാണ് നമ്മുടെ പേരിൽ അറിയപ്പെടാൻ പറ്റില്ല ഒരിക്കലും. പട്ടി ഞാൻ കാര്യം പറയില്ല, എന്നെ വെറുതെ പറയിപ്പിക്കുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് ഈ മഴവില്ല എന്നുള്ള ഇതെല്ലാം മാറ്റിയെടുക്കാൻ നോക്കുമ്പോ ഇവന്മാര് ഇതെല്ലാം ഞാൻ കണ്ട ക്ലിപ്പെല്ലാം എന്തിനാ പിന്നെ മോഡറേറ്റേഴ്സ് ലൈവ് കാണുകയാണെങ്കിൽ ഞാൻ ഇത് സ്പൈഡി ഞാൻ കണ്ട ക്ലിപ്പെല്ലാം ഡിലീറ്റ് ചെയ്യട്ടെ. കണ്ടതിന്റെ പിന്നെയും ഞാൻ കാണേണ്ടി വരുന്നുണ്ട്. കണ്ട ക്ലിപ്പന്നെ റിപ്പീറ്റ് ക്ലിപ്പ് വരുമ്പോ അതെല്ലാം ഡിലീറ്റ് ചെയ്യട്ടോ. സായിപ്പ് എന്താ ചെയ്യുന്നത് നോക്കട്ടെ. എടാ തുറക്കുമല്ലോ കേക്ക് നോക്കടാ. ഇതെല്ലാം പോയി എന്റെ ലൂട്ടൊക്കെ പോയി. എനിക്ക് MG തെളിഞ്ഞതാ. നീ പിന്നെ കുറച്ച് തന്നെ അതാ എന്താ തുറക്കുമല്ലോ കേട്ടാറ നിൽക്കാം, ഒന്നുകൂടി കേൾക്കാനാ. നമ്മള് ഡയറക്റ്റ് ലൈവ് വന്ന് തുറക്കുമ്പോ അതാ കേൾക്കുന്നത്. നോക്കിയാ ചാടി വാങ്ങുള്ളേ മുപ്പത്തിരണ്ട് കില്ല ബ്രോ, 32 കില്ല. ഇതെന്നെ ഇതെത്ര കിലോ എടുക്കാൻ പറ്റും? 24. അപ്പൊ ഇവര് ടീംമേറ്റ്സ് 4, അപ്പൊ 20 കിലോ എടുക്കാം. 45, 55 കിലോ എടുക്കാം. ഇവന്റെ റെക്കോർഡ് എത്രയാ? ആ 50 കിലോസ്. 50 മാക്സിമം. 50 കൂടുതൽ എടുത്തില്ല. സാഹിബിന്റെ ഹയസ്റ്റ് കിലോ എത്രയാ? സാഹിബിന്റെ ഹയസ്റ്റ് കിലോ എത്രയാ? നല്ല പാട്ടല്ലേ ഹനാന്റെ നൈസല്ലേ അത്. നമ്മക്കൊണ്ടൊരു സ്ക്വാഡ്. റെക്കോർഡ് സാഹിബിന്റെ റെക്കോർഡ് ഇങ്ങോട്ട് വണ്ടി പോയി, ഇങ്ങോട്ട് വണ്ടി പോയി. ലാസ്റ്റ് സോണ ഈ കളി നോക്കട്ടെ.